എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി വിഷമത്തോട് കൂടിയിട്ട് ഒരു വിവരം പങ്കുവയ്ക്കുകയാണ് VMT നിങ്ങളോടൊപ്പം. ഞാനിപ്പോൾ ഉള്ളത് രക്ഷ എന്ന മോളുടെ കൂടെയാണ്. കായംകുളം സ്വദേശിയായിട്ടുള്ള ശ്രീരാജിൻ്റെയും രേഖയുടെയും മകളാണ്. രക്ഷയ്ക്ക് 11 വയസ്സുണ്ട്. 8 വയസ്സിലുണ്ടായ ഒരു ആക്സിഡൻറ്റ്, വീടിൻ്റെ മുൻവശത്ത് വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ കുട്ടി എന്താ പറയുക, ആ നാൾ മുതൽ 3 വർഷമായിട്ട് തളർന്ന അവസ്ഥയിലാണ്. ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് ചികിത്സകളൊക്കെ തന്നെ കുട്ടിക്ക് വേണ്ടി വന്നു. ശരിക്കും റെസ്പോണ്ട് ചെയ്യാത്തൊരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാൾ വരെ. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കുട്ടിയുടെ ശരീരത്തിലെ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതിന് ഈ കാലം അത്രയും ഈ പേരൻസ് ഈ കുട്ടിക്ക് വേണ്ടി ചിലവാക്കിയത് ലക്ഷങ്ങളുടെ ചികിത്സാ ചിലവായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ക്ലാസ് ആയിട്ട് താമസിക്കുന്ന ഒരു ഫാമിലിയാണ്. നമുക്കൊക്കെ അറിയാം, ചികിത്സാ ചിലവുകളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ബഡ്ജറ്റും താറുമാറാക്കി കളയുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ മോളെ കാണാനായിട്ട് എത്തിയത്. ഒത്തിരി വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ മോളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും നമ്മളോടൊപ്പം ഉണ്ട്, അവർ സംസാരിക്കും. എല്ലാവരെയും പോലെ ഓടിക്കളിച്ച് നടക്കാനും എല്ലാവരും കുട്ടികളെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ ഈ അമ്മയും അച്ഛനും അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ആ വേദന ശരിക്കും ഇപ്പോൾ ഒരു മരവിപ്പ് മാത്രമാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരുടെ അച്ഛനും അമ്മയും ഡോക്ടറും ഒക്കെ തന്നെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. മോളുടെ ഫസ്റ്റ് സർജറിയാണ്. എല്ലാം തലയ്ക്ക് തന്നെയായിരുന്നു. ആദ്യം ക്രെനോട്ടോമി ചെയ്തു, അതായത് ഇവിടുത്തെ നമ്മുടെ സ്കള്ള് മാറ്റി വെച്ചിട്ടാണ് സർജറി ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെല്ലാം ഈ ഷണ്ട് ഇട്ടതിൻ്റെ പാടാണ്. ഷണ്ട് സർജറി, ഇത് ഈ സ്കള്ള് ശരിക്കും കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുഴിഞ്ഞു പോയപ്പോൾ പിന്നെയും സർജറി ചെയ്തു. അത് പിന്നെയും മാറ്റിയിട്ട് ഇതിപ്പം വെച്ചിരിക്കുന്ന ടൈറ്റാനിയം മെഷ വെച്ചിരിക്കുന്നത്. അപ്പം അത് പോയതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇതുണ്ടോ, ഇതെല്ലാം ആദ്യം ഫസ്റ്റ് ഇവിടെ, പിന്നെ ഇപ്പുറത്തെ സൈഡ് ചെയ്തു ഷണ്ട് ചെയ്യാനായിട്ട്. ഇവിടെ എല്ലാം ഷണ്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം 16 സർജറിയാണ് കുഞ്ഞിനെ ചെയ്തിരിക്കുന്നത്, തലയ്ക്ക് മാത്രം. ഇതുണ്ടോ, പിന്നീട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ താഴോട്ട് ഈ തൊലിപ്പുറത്തൂടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ട്രക്കിയോ ഇവിടെയാണ്. പിന്നെ രണ്ടാമത് ഇത് ഇൻഫെക്ഷൻ ആയപ്പോൾ ഇവിടെ അവർ ചെയ്തത് ഈ മറ്റേ എന്താ നമ്മൾ ഈ ട്യൂബില്ലേ, ഈ ട്യൂബ് താഴോട്ട് വന്നപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ ആയപ്പം അവരിവിടെ ചെറുതായിട്ട് സർജറി ചെയ്തിട്ടാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. പിന്നീട് അവർ റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ വയറ്റിൽ തന്നെ ഇഷ്ടം പോലെ പാടുകളുണ്ട്. ശരിക്കും ഈ കുടുംബം ഇപ്പോൾ അതിജീവിക്കുന്നത് ഈ ഒരു ഡോക്ടറുടെ കയ്യിലെത്തിയതിന് ശേഷമാണ്, അല്ലേ ഡോക്ടർ? ഓക്കെ ഡോക്ടർ, ഇപ്പോൾ എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ? എങ്ങനെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു? എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ മോള് ഒരു പ്രതികരിക്കുന്നില്ലായിരുന്നു. ഒരു എന്താ പറയുന്നത്, ബോഡി ലെവലൊക്കെ ഓക്സിജൻ ഇല്ലാതെ തളർന്ന അവസ്ഥയിലായിരുന്നു മോള്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു കുഞ്ഞ് നമ്മൾ ചെടി വെച്ച് അതിന് വെള്ളം കൊടുക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ജീവനുണ്ടല്ലോ, ആ ജീവനിലേക്കാണ് മോള് വരുന്നത്. ഇപ്പം കുഞ്ഞു ഇലകളൊക്കെ കിളിക്കുമ്പോഴും അതിനൊരു ജീവനാണ് വരുന്നത്. ആ ഒരു രൂപത്തിലാണ് ഇപ്പം മോള് ഇപ്പം വരുന്നത്. ഇപ്പം എല്ലാവരും കൈയൊഴിഞ്ഞ അല്ലെങ്കിൽ എല്ലാവരും ഒരു നെഗറ്റീവ് പറഞ്ഞ സമയത്ത് മാം എന്ത് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കുഞ്ഞിനെ തിരികെ കൊണ്ടുവരുന്നത്? എല്ലാവരും നെഗറ്റീവ് പറഞ്ഞെങ്കിലും നമുക്ക് ദൈവത്തെ ഒരു വിശ്വാസം ഉണ്ടല്ലേ. ഞാൻ പാതി ദൈവം പാതി എന്നാണ് എൻ്റെ ഒരു പോളിസി. അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് അല്ല, ദൈവം ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മോക്ക് എന്തെങ്കിലും നല്ലൊരു മാറ്റം കൊടുക്കണേ എന്ന് പറഞ്ഞാണ് ഞാൻ ചികിത്സ തുടങ്ങിയെന്ന് വെച്ചാൽ മോടെ ബ്രെയിനിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്താലും അവർ കാലും കൈക്കൊക്കെ നല്ല വഴക്കം കിട്ടുമെന്ന് ഉള്ളൂ. പക്ഷേ നമ്മൾ ആ വഴക്കത്തിന് മുമ്പേ നമ്മൾ ബ്രെയിനിൽ ഓക്സിജനാണ് കൊടുക്കേണ്ടത്. ആ ബ്രെയിനിൽ ഓക്സിജനാണ് നമ്മുടെ ബോഡീൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് വരുന്നത് തന്നെ. അന്നേരം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് തലയിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ തൊടാറില്ല. ഈ തലയിലൊന്നും തൊടാതെ ബ്രെയിൻ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് ഒരു മെറിഡിയൻ പോയിന്റുകളുണ്ട്. ആ പോയിന്റ് വെച്ചാണ് മോളെ ഇപ്പം മെഡിസിൻ കൊടുക്കുന്നത് പോലെയാണ് ഞാൻ പോയിന്റുകൾ കൊടുക്കുന്നത്. ആ പോയിന്റ് വെച്ചാണ് ഞാൻ ബ്രെയിനിലേക്ക് ഓക്സിജൻ കൊടുത്ത് ഇപ്പം മോക്ക് ഏകദേശം കൈയൊക്കെ ഇങ്ങനെ എടുക്കുകയും ചെയ്യും, സ്മൈൽ വരാൻ തുടങ്ങി. പിന്നെ ചെറിയ നമ്മളിവിടെയൊക്കെ പോയിന്റ് ടിയേഴ്സ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ വരാൻ തുടങ്ങി. നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുൾ ബോഡി സെൻസ്ലെസ് ഇല്ലാതെ കിടക്കുന്ന ബോഡിയിൽ തന്നെ നമ്മൾ സെൻസ് ആകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് അവരും നമ്മൾ തമ്മിൽ. അത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അന്നേരം ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും എനിക്ക്. അവളെ എനിക്ക് നടത്തണം, അവളെ നടത്തി നമുക്ക് അവരുടെ കൈ കൊടുക്കണം എന്നുള്ളൊരു വാശിയുണ്ട് എനിക്ക്.
അതാണ് മോള് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. പിന്നെ പേരൻസും അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ഇവർ ഭയങ്കര മെനക്കെട്ടാണ്. ദൂരെ നിന്നായാലും ഏത് സമയത്തായാലും നമ്മൾ പറയുന്ന സമയത്ത് പേരൻസ് കൊണ്ടുവന്നിരിക്കും ഇവിടെ, എത്ര സമയമായാലും. അന്ന് ഞാൻ സമയം കണ്ടെത്തി ഞാൻ മോളെ നോക്കാറുമുണ്ട്. ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട് ഡോക്ടർക്ക്. ദൈവാനുഗ്രഹം, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് മോളെ ഈ ഒരു രീതിയിലാക്കിയത് തന്നെ. ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിനെ, ഒരു പിഞ്ചു കുഞ്ഞിനെ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ അത് കമിഴ്ന്ന് വീഴുന്നതാണല്ലോ കുഞ്ഞുങ്ങൾ ആദ്യം. അത് മുതൽ കുഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത്, കുഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കത്തില്ലേ അമ്മമാർ? അതേപോലെ തന്നെയാണ് ഒരു ഡോക്ടറുള്ളത്. ഏതായാലും ഡോക്ടറുടെ കയ്യിലേക്ക് കിട്ടിയത് തന്നെയാണ് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യാശ വരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാഡം എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് ആദ്യം മുതലുള്ള കാര്യം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ അക്യുപ്രഷർ എന്ന് പറയും. ഈ അക്യുപ്രഷർ ചുമ്മാതെ പോയിന്റ് ഇട്ട് കുത്തുകയല്ല അക്യുപ്രഷർ അല്ലെ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അക്യുപ്രഷർ ചെയ്യുന്ന ബ്രെയിനിനൊരു പോയിന്റുകളുണ്ട്. നമ്മുടെ മർമ്മ പോയിന്റുകൾ നമ്മുടെ കാലിലും കയ്യിലുമാണ് ഉള്ളത്. ആ പോയിന്റ് വെച്ചാണ് കുട്ടീനെ നമ്മൾ ഈ എനർജി പവർ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ഫുൾ ഡീഎഫിഷ്യൻ്റ് ആയിരുന്നു കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കാലിൽ കൂടെ പോകുന്ന ചാനലുകളെല്ലാം ഡെഡായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡെഡായിരുന്നു. അതിൻ്റെ ആ ഓക്സിജൻ ലെവൽ കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഇത് മൂവ്മെന്റിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പം തന്നെ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോളെ ഞാനിവിടെ ഇതാക്കണ്ടല്ലേ, റെസ്പോൺസ് ഇങ്ങനെയാണ്. നമ്മളൊക്കെ ഒരേ രീതികളിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നതാണ്. ഓക്കെ, കാലൊക്കെ പൊക്കുക, താക്കുക, കൈയൊക്കെ പൊക്കുക, താക്കുക, കൈയൊക്കെ എടുക്കുക. ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ചരിച്ച് കിടത്തിയിട്ട് പിന്നെ സൗണ്ട് വരുത്താൻ നോക്കുന്നു. സൗണ്ടൊക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് താല്പര്യം അമ്മേന്നൊന്ന് വിളിച്ച് കേൾക്കണം. അത് അതിനുള്ള ഒരു ട്രയലിലാണ് ഞാനും അവളോട് അല്ലേ മോളെ. അങ്ങനെ ആ ഒരു മെറിഡിയൻ ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ മെയിൻ. ഇവിടെ എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ മെറിഡിയൻ ട്രീറ്റ്മെന്റ് ചെയ്ത് ഫസ്റ്റ് ഡയഗ്നോസിസ് ചെയ്യും. അതിനുള്ളൊരു കാരണമുണ്ട്. ആ കാരണത്തിനെയാണ് ചികിത്സിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ തന്നെ കാലിലല്ല ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കയ്യിലല്ല ട്രീറ്റ്മെന്റ്. ഇതിന്റെ ഒരു ഡയഗ്നോസിസ് ഉണ്ട്. ആ ഡയഗ്നോസിസിന് വേണ്ടിയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഫുഡിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഡയറ്റിന്റെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞു, അവൾ ഇറക്കാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിലായാലും കുറേ ഉടച്ച് നല്ല സ്പൈസി ഒന്നുമല്ല, ജ്യൂസി ആയിട്ട് ഒന്ന് കൊടുക്കും. നാക്ക് വെച്ച് ഇറക്കിയാൽ ഇവിടെ എല്ലാം മസിൽസ് എല്ലാം കറക്റ്റായി വരും. നിങ്ങൾ പേടിക്കേണ്ട, കൊടുക്ക്. എന്നാലും അവർ കുറേ പേടിയുണ്ടല്ലോ, അവരത്രയും സഹിച്ചവരാ. അന്നേരം ഇച്ചിരി നാക്കിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവൾ നല്ലോണം ഞൊണയും ഒരു ടേസ്റ്റ് അവളുടെ ഫീലിൽ വരുന്നുണ്ട്. ഇമോഷണലും എല്ലാം അവൾ കറക്റ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. ചിരിക്കുകയൊക്കെ ചെയ്യും ഇപ്പം കേട്ടോ. അത് കൂടുതൽ അവളുടെ പപ്പായുടെ പേരൊക്കെ പറയുമ്പോൾ അവൾ കൂടുതലും ചിരിക്കുന്നത്. സ്കൂളിലൊക്കെ പോണ്ടേ നമുക്ക്? സ്കൂളിൽ പോണ്ടേ? സ്കൂളിലൊക്കെ പോണ്ടേ? പപ്പ എന്ന് വിളിച്ചേ. പപ്പയെ വിളിക്കണം, പാട്ടൊക്കെ പാടണം, സ്കൂളിലൊക്കെ പോകണം ഇല്ലേ? ഇങ്ങനെ കിടന്നാൽ മതിയോ? നമ്മളിവിടെ കളിയിലും ചിരിയിലുമാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. സീരിയസ് ആയിട്ട് ചെയ്യാറില്ല. നമ്മൾ കളിയിലും കോമഡിയിലും ഒക്കെയാണ് അവളെ റിക്കവർ ചെയ്തെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാതിരിക്കത്തില്ല, ദൈവം സംഭവിക്കും. അതെ, ഇത് അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, മിറാക്കിൾ സംഭവിക്കണം. എൻ്റെ കൂടെ ഉള്ളത് രക്ഷമോളുടെ അമ്മയാണ്. ശരിക്കും ഒത്തിരി സങ്കടമാണ്. ശരിക്കും നമുക്കൊന്നും തന്നെ ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ കരഞ്ഞ് അവരുടെ കണ്ണുനീർ പറ്റിയൊരു അവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുടെ അടുത്തേക്ക് ഇവരെത്തുന്നത്. ഞങ്ങൾ എന്ത് പറയാനല്ലേ, നമുക്ക് ഇപ്പം എന്താണ് ട്രീറ്റ്മെൻറ്റിൻ്റെ പുരോഗതി എന്താണ്? ഇപ്പം നമ്മൾ അക്യൂപ്രഷർ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം ഫിസിയോതെറാപ്പി എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി, അതിലൊന്നും ഒരു മാറ്റം കാണാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പം കൊല്ലത്ത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എത്ര നാളായി ഈ ഒരു അവസ്ഥയിലേക്ക്? 2022 ഫെബ്രുവരി 7 മോൾക്ക് ആക്സിഡൻ്റ് ആവുന്നത്. 5 വൈകുന്നേരമാണ്. അന്ന് തൊട്ട് ഇതുവരെ, അതായത് 3 വർഷമാവുന്നു. ഇപ്പം ഈ ഫെബ്രുവരി 7 ആകുമ്പോൾ 3 വർഷമാവുന്നു. അപ്പോൾ തുടക്കം മുതലുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? തുടക്കം മുതൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരും എടുത്തില്ല. ഒരു ഹോസ്പിറ്റലും കുഞ്ഞിനെ എടുത്തിട്ടില്ലായിരുന്നു. എന്തായിരുന്നു ആക്ച്വലി കുഞ്ഞിൻ്റെ ശരീരത്തിന് മോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ ക്രോസ് ചെയ്യാനായിട്ട് സൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഒരു വണ്ടി വാഗണാറാണ്. വണ്ടി വന്ന് സൈഡ് മിറർ കുഞ്ഞിൻ്റെ വലത് സൈഡിൽ ഇടിക്കുകയും
തലയ്ക്കാണ് ഇടി കിട്ടിയത്. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞു പോയി ഇരുന്നു, പുറകോട്ട് എല്ലാവരും നോക്കി പുറകോട്ട് വീണു. അത്രയാണ് അവിടെ സംഭവിച്ചത്. അന്നേരം തന്നെ ആ വണ്ടിയിൽ തന്നെയാണ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പക്ഷേ എത്തിച്ചെങ്കിലും അവർ തന്നെ പറഞ്ഞു, കാരണം അന്നേരം തന്നെ മോളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നുമുള്ള ബ്ലഡ് പൊക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഫിക്സായി. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫിക്സിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അടുത്തുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം അവർക്ക് ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അവർ ഞങ്ങൾ ഉടനെ തന്നെ പുഷ്പഗിരിക്ക് കൊണ്ടുപോയി. പുഷ്പഗിരി ചെന്നിട്ടാണ് CT സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കുഞ്ഞിന് ബ്രെയിൻ ഇഞ്ചുറിയാണ്. പ്രോപ്പറായിട്ട് ഓക്സിജൻ ചെല്ലാത്തതുകൊണ്ട് ബ്ലഡ് ക്ലോട്ടായി ഒരുപാട് ക്രിട്ടിക്കലാണെന്ന് വെച്ചാൽ ഡോക്ടർ എന്നോട് പറഞ്ഞത് മോളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആള് പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. അവർക്ക് പറ്റില്ല. അങ്ങനെ അവർ തന്നെയാണ് ഹോസ്പിറ്റലെല്ലാം വിളിച്ച് ചോദിക്കുകയും ഒരുപാട് ഹോസ്പിറ്റൽ, ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റൽ, കാരിത്താസ്, ബിലീവേഴ്സ്, അങ്ങനെ അവരെ കൊണ്ട് പറ്റാവുന്ന ഹോസ്പിറ്റലെല്ലാം അവർ വിളിച്ചു. ആർക്കും എടുക്കാൻ പറ്റില്ല, കാരണം അത്ര ക്രിട്ടിക്കലാണ് കുഞ്ഞിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആസ്റ്റർ മെഡ്സിറ്റി വിളിച്ചു, അവർ പറഞ്ഞു കൊണ്ടുവരെന്ന് പറഞ്ഞു, ധൈര്യത്തോടെ കൊണ്ടുവരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരൊറ്റ ബലത്തിലാണ് ഞങ്ങൾ അവിടുന്ന് തന്നെ ആംബുലൻസ്. അപ്പോഴേക്കും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു, കാരണം കുഞ്ഞിൻ്റെ സിറ്റുവേഷനും പിന്നെയും മോശമായിക്കൊണ്ടിരിക്കുക. അവിടെ പുഷ്പഗിരി ചെല്ലുമ്പോഴാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നതും. തലയ്ക്ക് എന്തോ പരിക്കുണ്ട്. വേറെ ബോഡിയിലെങ്ങും ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പം, ഒരു മുറിവ് പോലും ഇല്ല ബോഡിയിലെങ്ങും, തലയ്ക്ക് മാത്രമാണ് പ്രശ്നം. അങ്ങനെ ആസ്റ്റർ മെഡ്സിറ്റി ചെന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇവിടുന്ന് വിളിച്ച് വന്നപ്പോൾ തന്നെ അവരെല്ലാം ഹോൾ സർജറി ടീം റെഡിയായിരുന്നു. അവരുടനെ അവിടെ ചെന്ന് CT എടുത്തു, അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തു. കാരണം അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ എന്ന് പറയാനൊന്നുമില്ല, ഉള്ളത് തന്നെ മറ്റേ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ 2000 രൂപയായി. അവിടുന്ന് നിന്ന് പിന്നെ ആംബുലൻസ് ചാർജ് അതെല്ലാം കൂടെ ആയപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യമേ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പം എമൗണ്ട് ഒന്നുമില്ല, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു, നിങ്ങളുടെ എമൗണ്ട് ഇപ്പോൾ അടയ്ക്കാൻ പറഞ്ഞില്ലല്ലോ, ആദ്യം നമുക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പം തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു. പിന്നീട് കാണുന്ന അവസ്ഥകളൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും വ്യക്തമായി വന്നിരിക്കുന്നത്. നേരത്തെ ഒന്നും മനസ്സിലാവുന്ന രീതിയേ അല്ല. ശരിക്കും ഒത്തിരി വിഷമത്തോടു കൂടി തന്നെയാണ് ഈ അമ്മയ്ക്ക്, കരഞ്ഞ് തളർന്നൊരു അമ്മയാണ്. ഞാൻ വീണ്ടും കരയിക്കുന്ന ഒരു ഫീല് തന്നെയാണ് അമ്മ പറയുന്നത് കേട്ടോ. കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ്. ആ കുഞ്ഞിനെ അവർക്ക് കിട്ടും എന്ന് വിചാരിച്ചതല്ല, പക്ഷെ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ 5 പൈസ അധികം ഇല്ലായിരുന്നു. അവരെങ്ങനെയാണ് ഇവിടം വരെ അതിജീവിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തില്ല, കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെൻസുകൾ, കുഞ്ഞിൻ്റെ മെഡിക്കൽ കാര്യം? ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 10-60 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ അങ്ങനെ ആരും കാണില്ലല്ലോ. അതെ. പിന്നെ എല്ലാവരും ഞങ്ങൾ ആ സമയത്ത് സഹായിക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരൊന്നുമില്ല, നമ്മുടെ കയ്യിലും കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ശരിക്കും ഉള്ളതെല്ലാം കുഞ്ഞിന് വേണ്ടിയാണ്, എല്ലാം ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഉള്ളത് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് ഈ 3 വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ലോൺ ഇനി എടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അതുപോലെ 2-3 അടവൊക്കെ പെൻഡിങ്ങായി ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം ലോണിൻ്റെ സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയിലോട്ട് മറ്റൊരാൾ നിങ്ങളുടെ സഹായം ചോദിക്കുന്നത് തന്നെ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഈ അമ്മയുടെ വേദന, ഈ കുഞ്ഞിൻ്റെ കുഞ്ഞു റെസ്പോൺസുകൾ അവർ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു റെഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി വേണം, ട്രീറ്റ്മെൻറ്റ് മുടങ്ങരുതെന്ന് പറഞ്ഞു. അത് ശരിക്കും അറിയാം, ഭീമമായിട്ടുള്ളൊരു തുക തന്നെ ഇതിനാവശ്യമുണ്ട്. കാരണം ഇവർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ ഡെയിലി കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ട്രാവലിംഗ് ഫെസിലിറ്റി ഉൾപ്പെടെ അവരുടെ ഫുഡ് ഉൾപ്പെടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് കഴുകി, മെഡിസിൻ കഴുകി, ഇവർക്ക് ഒരു വലിയ തുക തന്നെ ഒരു ദിവസമാണ് ആവുന്നത്. അതോടൊപ്പം മെഡിസിൻ, കുഞ്ഞിനുള്ള പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഫുഡ്, ഇതിനൊക്കെ നല്ലൊരു എമൗണ്ട് ഒരു മാസം തന്നെ ആവുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട VMTVയുടെ പ്രേക്ഷകരും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ അമ്മയുടെ കണ്ണുനീര്, ഈ അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ഇവരുടെ നമ്പർ അടക്കം അതോടൊപ്പം അക്കൗണ്ട് നമ്പർ അടക്കം തന്നെ ഞാൻ തരുന്നുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങളവരെ വിളിക്കുക. അവരുടെ ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കുടുംബത്തിനെ സഹായിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദിസ് ഇസ് ബിൽ വനിത്സൻ സൈനിങ് ഫ്രം VMTV.